കണ്ണൂരിൽ വീണ്ടും സൈബർ തട്ടിപ്പ് നടന്നിരിക്കുന്നു. വയോധികയിൽ നിന്ന് 1,58,00,000 രൂപയാണ് തട്ടിയെടുത്തത്. പഹൽഗാം ഭീകരരുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞാണ് ഈ തട്ടിപ്പ് സംഘം ഇവരെ ബന്ധപ്പെട്ടത്. അജീഷ് ജയകുമാർ കണ്ണൂരിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. അജീഷ്, ഇത് വലിയ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. 1,58,00,000 രൂപ എന്ന് പറയുമ്പോൾ അതൊരു വലിയ തുകയാണ്. അത്രയും വലിയ തുകയ്ക്ക് എന്ത് രീതിയിലാണ് ഈ തട്ടിപ്പ് സംഘം ഈ വയോധികയെ സമീപിച്ചത്? ഈ പഹൽഗാം ഭീകരരാണെന്ന് പറഞ്ഞാണോ പേടിപ്പിച്ചത്? എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരങ്ങൾ അജീഷ്? പ്രജിന്, ഈ സംഭവം തുടങ്ങുന്നത് കഴിഞ്ഞ ജനുവരി മാസം മുതലാണ്. ജനുവരി മാസം ആദ്യ ആഴ്ചയാണ് ഈ മീര സോമസുന്ദരം 77 വയസ്സുണ്ട്. കണ്ണൂർ സിറ്റിയിലെ ഒരു അപ്പാർട്ട്മെന്റിലാണ് ഇവർ താമസിക്കുന്നത്. ഇവർക്ക് വാട്സപ്പ് വഴി ഒരു വീഡിയോ കോൾ വരുന്നു. CBI ഉദ്യോഗസ്ഥർ ആണെന്ന് പറഞ്ഞാണ് ഇവർക്ക് ഫോൺ കോൾ ലഭിക്കുന്നത്. അതിനുശേഷം കള്ളപ്പണം വെളുപ്പിക്കൽ, അതുമായി ബന്ധപ്പെട്ട് ഒപ്പം തന്നെ ഈ പഹൽഗാം സംഭവവുമായി ബന്ധപ്പെട്ട് പിടിയിലായ ആദിൽ ഗോറി എന്ന ഒരു ഭീകരന്റെ വീട്ടിൽ ഈ CBI ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയെന്നും ആ പരിശോധനയിൽ ഈ മീരയുടെ ആധാർ കാർഡ് കണ്ടെത്തിയെന്നുമാണ് ഇവർ ഈ പറഞ്ഞത്. അതിനുശേഷം ഈ പഹൽഗാം ഭീകരിൽ നിന്നും ഇവർ പണം സ്വീകരിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ നിരപരാധിത്വം തെളിയിക്കുന്നതിനായി കൈവശമുള്ള അക്കൗണ്ടിലുള്ള പണം RBIക്ക് പരിശോധിക്കാൻ അയക്കണമെന്നുമാണ് ഇവർ ആവശ്യപ്പെട്ടത്. നിരന്തരം ഇവർ ഫോൺ വഴി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയും ഒപ്പം തന്നെ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇവർ പ്രതികൾ അയച്ചു കൊടുത്ത ഒരു അക്കൗണ്ട് നമ്പറിലേക്ക് 1 കോടി രൂപ 58,66,900 രൂപ അയച്ചു കൊടുക്കുകയും ചെയ്തത്. പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇതിന്റെ മറുപടിയൊന്നും ലഭിക്കാത്തതോടെയാണ് ഈ ചതി മനസ്സിലായത്. അതിനുശേഷം ഇന്നലെയാണ് കണ്ണൂർ സൈബർ പോലീസ് സ്റ്റേഷനിൽ ഇവർ പരാതി നൽകിയത്. നിലവിൽ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. ഈ പ്രതികളെ കുറിച്ച് ഒരു സൂചനയും ഇതുവരേക്കും ലഭിച്ചിട്ടില്ല. ശരി, അജീഷ് ജയകുമാറാണ് കണ്ണൂരിൽ വിശദാംശങ്ങൾ നൽകിയത്. ആവർത്തിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെയും അത് എല്ലാ മാധ്യമങ്ങളിലൂടെയും അതുപോലെ സർക്കാർ സംവിധാനങ്ങളിലും എല്ലാം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധവൽക്കരണം എല്ലാ ദിവസവും എന്നോട് നടത്തുന്നുണ്ട്. പക്ഷേ അപ്പോഴും തട്ടിപ്പുകൾ അത് ഇതേപോലെ തുടരുകയാണ്. ഡിജിറ്റൽ അറസ്റ്റ് സംവിധാനമേ ഇല്ല എന്ന കാര്യം പ്രേക്ഷകർ ദയവായി മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ആ സമയത്ത് തന്നെ പോലീസിനെ ബന്ധപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും സേഫായ വഴി. ആ രീതിയിൽ തന്നെ പോവുക എന്നുള്ളതാണ്. അജീഷ് ജയകുമാറാണ് കണ്ണൂരിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.